നിവൃത്തികേട് കൊണ്ട് ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇത് ഇന്നൊരു സൂചന. അടുത്ത ഈ സൂചന കൊണ്ട് പരിഹാരം ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അനിശ്ചിതകാലമാണ്, ഇനി സൂചന അല്ല. ഒരു ബസ്സിലെ ഡ്രൈവർക്ക് വലിയ സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദത്തിൻ്റെ ഇടയ്ക്കാണ് ഈ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നത്. ഒരു ഡ്രൈവർ രാവിലെ വരുന്നത് ഒരിക്കലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ആരുടെ ഭാഗത്തുള്ള പിടിപ്പേടായാലും പ്രശ്നമല്ല, ജനങ്ങൾക്കും ഞങ്ങൾക്ക് സ്വൈര്യമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യം സർക്കാരും ഇത് കോൺട്രാക്ട് എടുത്ത അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും തീർത്തു തരണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടാനുള്ളത്. ഇത് പട്ടാമ്പി റോഡിൻ്റെ ഒരു ശാപമാണ്. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇത് പൊട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങൾ ബസ്സുകൾ നിർത്തിയിട്ട് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നുള്ള രൂപത്തിൽ അനിശ്ചിതകാലത്തേക്ക് ബസ്സുകൾ നിർത്തിയുള്ള തീരുമാനങ്ങൾ വരെ ഞങ്ങൾ എടുക്കും. ഇതിന് ശാശ്വതമായൊരു പരിഹാരം വേണം. അതാണ് നമ്മൾ തൊഴിലാളികളും നാട്ടുകാരും ഒന്നിച്ച് ആവശ്യപ്പെടുന്നത്. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. മേലാറ്റൂർ പുലാമന്തോൾ റോഡ് നവീകരണം മുട്ടിലിഴയുന്നതിൽ പ്രതിഷേധിച്ച് CITU സമരപാതയിൽ. ജില്ലാ ബസ് തൊഴിലാളി യൂണിയൻ CITU വളയമൂച്ചിയിൽ റോഡ് ഉപരോധം അടക്കം നടത്തിയാണ് സമരപാതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കലക്ടർ, RTO, SP എന്നിവർ കൂടി ഒരു ബോർഡ് തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ സാധനം ഓടിച്ചെത്തണം. അതിൽ അപകടങ്ങൾ വരാറുണ്ട്. പിന്നെ ഈ കലക്ഷൻ പത്ത സമ്പ്രദായം വന്നുകൊണ്ട് തൊഴിലാളികൾ തമ്മിലുള്ള കേസും കൊണ്ടാൻ വേണ്ടി വരാറുണ്ട്. ഇതൊക്കെ വളരെ നിവേദനങ്ങൾ ഞങ്ങൾ പല ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പരിഹാരം കാണാൻ ഒരു ദിവസം ബസ് സമരം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഗുണമില്ലാന്ന് വെച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ സൂചന കൊടുക്കണേ. നമ്മൾ ബസ് പണിമുടക്കുമ്പോൾ കുറേ പാവപ്പെട്ട ജനങ്ങളാണ് ഈ ബസ് കയറുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷേ നിവൃത്തികേട് കൊണ്ട് ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇത് ഇന്നൊരു സൂചന. അടുത്ത ഈ സൂചന കൊണ്ട് പരിഹാരം ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അനിശ്ചിതകാലമാണ്, ഇനി സൂചന അല്ല. അനിശ്ചിതകാലം സമരത്തിലേക്ക് പോവല്ലാതെ വേറെ മാർഗ്ഗമല്ല. ഇവരിപ്പോൾ ചെയ്യണത് ഈ റോഡ് പണിക്ക് നിവേദനം കൊടുക്കും, പല പ്രാവശ്യം കൊടുക്കുമ്പോൾ അവർ ചെയ്യണത് ഈ ഓട്ടടച്ച് പോവുകയാണ്. അത് 2 വണ്ടി പോയാൽ അതിൻ്റെ പുറകെ അതിന് പോരും. കോറി വേസ്റ്റൊന്നും ഈ റോഡിലിട്ടെടുക്കാറില്ല. എത്രയോ കണ്ടെയ്നറുകൾ പോണ വഴിയാണത്. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം കാണുന്നത് വരെ ഇനി അനിശ്ചിത സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഈ റോഡിൻ്റെ ശോച്യാവസ്ഥയും സമയം തരുന്നതൊക്കെ RTO ഉദ്യോഗസ്ഥന്മാർക്ക് അറിയും. ഇപ്പോൾ കൊപ്പത്ത് എത്തുന്ന സമയത്ത് വളാഞ്ചേരിയിൽ നിന്ന് വരുന്ന ബസ്സിലെ ജീവനക്കാർ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൊപ്പത്ത് RTO കാത്തുക്കാണ്. വൈകിയ വാഹനങ്ങൾക്ക് അപ്പോൾ ഫൈൻ അടയ്ക്കുകയാണ്. ഇത് ജീവനക്കാരെ ബാധിക്കുകയാണ്. സമ്മർദ്ദം കൂടുതലാണ്. കുണ്ടും കുഴിയും, റോഡിൻ്റെ പ്രശ്നങ്ങൾ, മുമ്പിലുള്ള വാഹനങ്ങൾ സൈഡ് തരാത്ത പ്രശ്നങ്ങൾ. ഒരു ബസ്സിലെ ഡ്രൈവർക്ക് വലിയ സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദത്തിൻ്റെ ഇടയ്ക്കാണ് ഈ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നത്. ഒരു ഡ്രൈവർ രാവിലെ വരുന്നത് ഒരിക്കലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. എന്നാൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത് ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവറാണ്. എന്താണ് അതിൻ്റെ കാരണമെന്ന് പരിശോധിക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ കോഴിക്കോട് നടന്നൊരു ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ചാനൽ വന്ന റിപ്പോർട്ട്, തൊഴിലാളികൾ അതിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നു, അതിൻ്റെ സ്പീഡ് ഗവർണർ വിച്ഛേദിക്കുന്നതാണ്. തൊഴിലാളികളല്ല വിച്ഛേദിക്കുന്നത്. അതായത് ആ കമ്പനി ഉണ്ടാക്കുമ്പോൾ കമ്പനിക്ക് ഉണ്ടാക്കാമല്ലോ, 60 കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ വേണ്ടിച്ചാൽ കമ്പനി സ്പീഡ് വെക്കുന്നു. പിന്നെ ഉദ്യോഗസ്ഥന്മാർ ഇത് കുറേ ഓടി കഴിയുമ്പോൾ ഇത് തന്നെ വേറിട്ട് പോവുകയാണ്. അശാസ്ത്രീയമായിട്ടാണല്ലോ ഈ റോഡൊക്കെ പണിതുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരാതി അന്ന് തന്നെ നിലനിന്നിരുന്നു.
അത് കഴിഞ്ഞിട്ട് വളരെ അലംഭാവത്തോടു കൂടി ഈ ഭാഗങ്ങൾ ഇപ്പോൾ ഇത്രയും ഭാഗം തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധം കാരണമാണ് ഇത്ര ഭാഗത്തിന് ഒരു ഫസ്റ്റ് ലെവൽ പൂർത്തിയാക്കിയത്. ഇവിടെ ആകെ മാന്തിയിട്ട് അങ്ങ് പോയതാണ്. ആരുടെ പിടിപ്പേട് കൊണ്ടായാലും ജനങ്ങൾക്കും ഞങ്ങൾക്കും, ഞാൻ ബസ് തൊഴിലാളി യൂണിയൻ്റെ ആളാണ്, അത് ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. അതിലൊക്കെ ഉപരി ഞങ്ങൾ തൊഴിലാളികൾ നിരന്തരം ഇവിടെ ആക്സിഡൻറ്റ് പെടുന്നു, മറ്റുള്ള ആളുകളിൽ നിന്ന് പീഡനം ഏൽക്കേണ്ടി വരുന്നു. കാരണം ബസ് ടൈം ഷെഡ്യൂൾ അനുസരിച്ച് ഓടുന്നത്, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്, എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പണി തീർക്കണം. ആരുടെ ഭാഗത്തുള്ള പിടിപ്പേടായാലും പ്രശ്നമല്ല, ജനങ്ങൾക്കും ഞങ്ങൾക്ക് സ്വൈര്യമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യം സർക്കാരും ഇത് കോൺട്രാക്ട് എടുത്ത അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും തീർത്തു തരണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടാനുള്ളത്. ഇത് പട്ടാമ്പി റോഡിൻ്റെ ഒരു ശാപമാണ്. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇത് പൊട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്ന് ഈ റോഡ് ജനങ്ങൾക്ക് യാത്രാ സൗകര്യം വർദ്ധിപ്പിച്ച് നല്ലൊരു രീതിയിലുള്ള റോഡാക്കി മാറ്റി തരണമെന്നാണ് ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. തൊഴിലാളികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാന്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഇന്ന് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്. ഞങ്ങളെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ റോഡാണല്ലോ. അപ്പോൾ ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഉടൻ ബന്ധപ്പെട്ട അധികാരികൾ പരിഹരിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ വലിയ വലിയ സമരങ്ങളുമായിട്ട്, ബസ് നിർത്തിയിടുന്ന സമരങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ജനങ്ങളെ ദ്രോഹിക്കുന്ന സമരങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരില്ല. ഞങ്ങൾ ബസ്സുകൾ നിർത്തിയിട്ട് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നുള്ള രൂപത്തിൽ അനിശ്ചിതകാലത്തേക്ക് ബസ്സുകൾ നിർത്തിയുള്ള തീരുമാനങ്ങൾ വരെ ഞങ്ങൾ എടുക്കും. മന്ത്രിസഭാ തലത്തിലടക്കം ചർച്ച നടന്നു തിരുവനന്തപുരത്ത്. ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടന്നു. അതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ലല്ലോ. ഇതിന് ശാശ്വതമായൊരു പരിഹാരം വേണം. അതാണ് നമ്മൾ തൊഴിലാളികളും നാട്ടുകാരും ഒന്നിച്ച് ആവശ്യപ്പെടുന്നത്. അത്രയേ ഉള്ളൂ. ഇല്ലേ, എല്ലാ കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കറിയാം, ഇത് വളരെ തന്ത്രപരമായിട്ടാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്ന കോൺട്രാക്ടർ എടുത്തിട്ടുള്ളത്. കാരണം മറ്റൊരു കോൺട്രാക്ടർക്കും ഇത് രണ്ടാമത് റീടെൻഡർ കൊടുത്താൽ തന്നെ മറ്റൊരു കോൺട്രാക്ടർക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിർമ്മാണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.